നാരായണീൻ്റെ 3 ആൺമക്കൾ, സൂതിങ്, അതാണ് ഈ സിനിമക്ക് എനിക്ക് ആപ്റ്റായ വാക്കെന്ന് തോന്നിയത്. ഇതിൽ 3 ആൺമക്കളുണ്ട്, 3 പേരും കിഡുവാണ്. ജോജു ചേട്ടൻ ദ ഏസ് പെർഫോമർ ഓഫ് ദിസ് മൂവി ബൈ എ സ്മോൾ മാർജിനേ ഞാൻ പറയുള്ളൂ. കാരണം ബാക്കി 2 പേരും, സുരാജ് ചേട്ടനായാലും ശരി അലൻസിയറിനായാലും ശരി, കിഡിലൻ, 3 പേരും കിഡുവാണ്. ഈവൻ ഈ സിനിമയിലെ സ്റ്റാർ കാസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ഗംഭീര പെർഫോമൻസാണ്. എന്നെ ഞെട്ടിച്ചൊരു പെർഫോമൻസ് ഇതിനകത്ത് 2 പിള്ളേരാണ്. അവരുടെ പേരെടുത്ത് പറഞ്ഞേ പറ്റുള്ളൂ. ഒന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടുപരിചയമുള്ള ആളായിരിക്കും. ആനന്ദം എന്നുള്ള സിനിമയിൽ നിങ്ങൾ നിലാവിലെല്ലാമേ പാട്ട് കേട്ടിട്ടുണ്ടാവും. അതിനകത്തുള്ള അക്ഷയ് എന്നുള്ള ക്യാരക്ടർ ചെയ്തിട്ടുള്ള തോമസ് മാത്യു. പോർ എന്നുള്ള തമിഴ് സിനിമയിൽ ബൈലിംഗ്വൽ മൂവിയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു ബിജോ നമ്പിയാറിൻ്റെ. ഇതിനകത്ത് അടിപൊളി പെർഫോമൻസ്, അതിനെ കടത്തി വെട്ടുന്ന ഒരു പാർട്ട്ണറായിട്ടുള്ള ഒരു പെർഫോമൻസ്. പാർട്ട്ണർ ഇൻ ദ സെൻസ് അത് ഒരു കോംപ്ലിക്കേറ്റഡ് സംഭവമാണ്. അത് ഭയങ്കര രസമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ആളുടെ പേര് എടുത്തു പറയാൻ പറ്റുള്ളൂ. ഗാർഗി, ഇൻട്രസ്റ്റിംഗ് നെയിം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സായി പല്ലവിയുടെ സിനിമയുടെ പേരും കൂടിയാണ്. ഗാർഗി ആനന്ദൻ എന്നാണ് ആ കുട്ടിയുടെ പേര്. കിടിലം പെർഫോമൻസ്. ഞാൻ നേരത്തെ പറഞ്ഞു വരുന്നു ഇതിനകത്ത് 3 ആൺമക്കളുണ്ട്, പക്ഷേ ആ ആൺമക്കളെയും വെട്ടിച്ച പെർഫോമൻസ് ആയിരുന്നു ഈ കുട്ടിയുടെ എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. എന്തോ ഒരു വല്ലാത്തൊരു ഗ്രേസും എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു ആളുടെ പെർഫോമൻസ്. ഭയങ്കര നാച്ചുറലായിരുന്നു. നല്ല ഭാവിയുള്ള ഒരു നടിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇതിന് മുന്നേ എന്തൊക്കെയോ ഷോർട്ട് ഫിലിംസാണ് കൂടുതൽ ചെയ്തേക്കണമെന്ന് തോന്നുന്നു. അതുപോലെ ഈ സിനിമയുടെ ഡയറക്ടറിൻ്റെ പേര് ഒന്ന് നോക്കട്ടെ. സിനിമയുടെ ഡയറക്ടർ ഇതിന് മുന്നേ ചെയ്തിരിക്കുന്നതൊക്കെ ഷോർട്ട് ഫിലിമാണെന്നാണ് ഞാൻ നോക്കിയപ്പോൾ മനസ്സിലായത്. കാരണം എനിക്ക് തീരെ കേട്ട് പരിചയമില്ലാത്തൊരു പേരായതുകൊണ്ടാണ് ഞാൻ എടുത്ത് നോക്കിയപ്പോൾ ഇതിന് മുന്നേ 2 ഷോർട്ട് ഫിലിംസാണ് ചെയ്തിരിക്കുന്നത്. ആദ്യമായിട്ടാണ് സിനിമ ചെയ്യുന്നത്. ആളുടെ പേര് സുരാജ് ബെസ്റ്റ്, ആദ്യം വന്നതാണ് ശരൺ വേണുഗോപാൽ. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ സിനിമ കുറേ ഇമോഷൻസ് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കൺവേ ചെയ്യുന്നുണ്ട്, വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട്. ദാറ്റ് ഇൻക്ലൂഡ്സ് ലവ്, ഇൻഫാക്ച്വേഷൻ, ആങ്കർ, ഡിസപ്പോയിൻമെൻറ്റ്, ഹാപ്പിനെസ്, ബ്രദർഹുഡ്, ബ്രദർലി ലവ്, കമ്പാഷൻ, ഇൻ്റലിജൻസ്, അങ്ങനെ എല്ലാം എന്തൊക്കെ ഇമോഷൻസ് ഉണ്ടോ, എന്തൊക്കെ കാര്യങ്ങൾ അതൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ചില ആളുകളുണ്ടാവും, അവർ വലിയ വായിലെ വർത്താനം പറയും, പക്ഷെ പറയുന്ന മൊത്തം പൊട്ടത്തരമായിരിക്കും. അങ്ങനത്തെ ഒരു ആൾക്കാരുണ്ട്. എന്നാൽ സമൂഹത്തിൻ്റെ ഇടയിൽ അവരെന്തോ ഭയങ്കര സംഭവം എന്നുള്ള രീതിയൊക്കെ. എന്നാൽ ചില ആളുകൾ പൊട്ടൻ എന്നുള്ള പേരായിരിക്കും എല്ലാവരും പറയണം. അതായത് ഇങ്ങനെ അവരെ എടാ പൊട്ട എന്ന് പറയുന്നത് ശരിക്കും അവരേക്കും ഏറ്റവും മെച്ചോടെ ഏറ്റവും ഇൻ്റലിജൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവർ. അങ്ങനത്തെ ഒരു സാധനമാണ് ഇതിനകത്ത്. അത് അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിൽ ആരൊക്കെയാണെന്നൊന്നും പറയുന്നില്ല, അതൊക്കെ നിങ്ങൾ സിനിമ കണ്ട് മനസ്സിലാക്കിയാൽ മതി. പക്ഷേ ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റും. കുറേ ആൾക്കാരെ നമ്മൾ ലൈഫിൽ കണ്ടിട്ടുണ്ടാവും, അങ്ങനെയുള്ള കുറേ ബ്രദർ സിസ്റ്റേഴ്സിനെ കണ്ടിട്ടുണ്ടാവും. അതായത് എടാ മണ്ട എന്ന് വിളിച്ചുകൊണ്ടിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഈ മണ്ട എന്ന് പറയണവനായിരിക്കും ഏറ്റവും വലിയ മണ്ടത്തരം കാണിക്കണതും ചെയ്യണത്. എന്നാൽ ആ മണ്ട എന്ന് വരെയാണോ മുദ്രയാർത്തി കൊടുക്കുന്നത്, അയാൾ ചിലപ്പോൾ നല്ല കാര്യപ്രാപ്തിയോടെ നല്ല രീതിയിൽ ചെയ്യുന്ന ആളായിരിക്കും. ബട്ട് ഹീ ഗെറ്റ്സ് ദ ലേബിൾ ഓഫ് മണ്ടൻ, മനസ്സിലായില്ലേ, ബൈ അ മണ്ടൻ. അങ്ങനത്തെ അവസ്ഥയാണ്. അങ്ങനെ ഒരു സാധനം എനിക്കത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് അറിയില്ല. പക്ഷേ ഇത് രസമുള്ള പടമായിരുന്നു. പിന്നെ മ്യൂസിക് ബൈ രാഹുൽ രാജ്. വാട്ട് എ ഫ്രഷ് ടേക്ക് മാൻ. എന്ത് രസമായിരുന്നു അറിയാം ഈ സിനിമയുടെ മ്യൂസിക്. ഈ സിനിമയുടെ പാട്ടുകൾ തന്നെ മാരക ഫ്രഷ്. നമ്മൾ കുറേ നാളായിട്ട് ഒരേ ടൈപ്പ് പാറ്റേണുള്ള കുറേ സാധനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതായിരുന്നു. ഇത് ഭയങ്കര സൂതിങ് എന്ന് പറഞ്ഞാൽ ഇതൊരു കംഫർട്ട് മൂവിയാണ്. ഈ സിനിമ കണ്ടുകഴിയുമ്പോൾ നമുക്ക് മറ്റേ ഒരു സാധനം തലയിൽ വെച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു എന്നൊരു സുഖം കിട്ടൂലേ, അതുപോലെയാണ് ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്. അതൊരു കംഫർട്ട് മൂവി, ഫീൽ ഗുഡാണ്, ഒക്കെ ഉണ്ട്. എന്നാൽ വളരെ ന്യൂജൻ പിള്ളേരെ വരെ ആക്സെപ്റ്റ് ചെയ്യുന്നൊരു ടൈപ്പ് പടമാണ്. അവരുടെ ചിന്താഗതികൾക്ക് വില കൊടുത്തിരിക്കുന്ന പടമാണ്. അങ്ങനെ ഒരു ഭയങ്കര രസമായിരുന്നു ഈ പടം കണ്ടിരിക്കാൻ. ആൾക്കാരുടെ 2 പേരുടെ ഇമോഷൻസ്, അത് ഫിസിക്കൽ അട്രാക്ഷൻ വരുമ്പോൾ പോലും അവർ കിസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ മേക്ക് ഔട്ട് ചെയ്യുന്നതോ അതൊക്കെ ഭയങ്കര സട്ടിലായിട്ടും എന്നാൽ
ആ പാഷനെ എങ്ങനെയാണ് വൾഗാരിറ്റിയിലേക്ക് പോകാതെ കാണിച്ച ഒരു സംഭവം. അത് ഞാൻ പറയാം, വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എടുത്തിരിക്കുന്ന സിനിമയാണ്. എല്ലാ ഇമോഷൻസും കാണിക്കുന്നുണ്ട്, അസൂയ, പരദൂഷണം ഒക്കെ, പക്ഷേ ഒന്നും ഓവറാക്കുന്നില്ല. ബാലൻസോടെ നല്ല രീതിയിൽ കൊണ്ടുപോയ ഒരു സിനിമ. എനിക്ക് സിനിമ വളരെയധികം ഇഷ്ടപ്പെട്ടു. ഭയങ്കര രസമായിരുന്നു. കോമഡി എല്ലാം ഉണ്ട്. അത് ചില സമയത്ത് അസ്ഥാനത്ത് ചില സാധനങ്ങൾ കൗണ്ടർ പറയും, അത് ശരിക്കും നമുക്ക് ചിരി വരും. ആൾ സീരിയസ് ആയിട്ട് പറയുന്നതായിരിക്കും, പക്ഷേ നമുക്ക് നല്ല കോമഡി ആയിട്ട് ഫീൽ ചെയ്യും. അത് ഇറ്റ് ഈസ് മെൻ ടു ബി ദാറ്റ് വേ. അതായത് ആൾ ചിരിച്ചുകൊണ്ട് കോമഡി പറയുന്ന ആൾക്കാർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പിന്നെ സീരിയസ് കാര്യം പറഞ്ഞിട്ടുണ്ട് കോമഡി അടിക്കുന്ന ടീമുകളിൽ. അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഇതിനകത്ത് ജോജി ചേട്ടൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് പുള്ളി വന്നിട്ട് ഒരു ഡയലോഗ് പറഞ്ഞാൽ അത് ഭയങ്കര നമുക്ക് ചിരി വരും. നല്ല രസമായിട്ടാണ് അത് ചെയ്തു വെച്ചിരിക്കുന്നത്. വാട്ട് എ ഗ്രേറ്റ് പെർഫോമൻസ് ബൈ ജോജി ചേട്ടൻ. ജോജി ചേട്ടൻ ഇസ് ഓൺ എ ഡാം ഗുഡ് റൈഡ്. പുള്ളി ചെയ്യുന്ന റോളുകൾ എല്ലാം അടിപൊളിയാണെന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ. ഗംഭീര നടനാണ്. നമുക്ക് റിക്കി പോണ്ടിങ് ഓഫ് മലയാള സിനിമ എന്ന് പറയാം. കാരണം ലേറ്റായിട്ട് കളിക്കാൻ വന്ന് വേറെ ലെവലിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയറാണ്, ഒരു നടനാണ് ജോജി ചേട്ടൻ എന്നാണ് എൻ്റെ അഭിപ്രായം. യെറ്റ് ടു എക്സ്പ്ലോർ ഹിസ് സൈഡ്. ഇനിയും ജോജി ചേട്ടന് കണ്ടമാനം ക്യാരക്ടേഴ്സ് മലയാള സിനിമയ്ക്ക് നൽകാനുണ്ട്. അമ്മാതിരി റേഞ്ചുള്ള നടനാണ്. രസമായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യമാണ്. പെരട്ടയുടെ കേസായിക്കോട്ടെ, ഈവൻ തുറമുഖത്തിൽ പോലും പുള്ളിയുടെ പോർഷൻ, അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട്. ജോജി ചേട്ടൻ ഭയങ്കര കിടുവായിട്ട് പെർഫോം ചെയ്യുന്ന ഒരാളാണ്. ജോസഫ് എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തു, പക്ഷേ ഒരുപാട് സിനിമകൾ പുള്ളിക്ക് വേണ്ടത്ര റെക്കഗ്നീഷൻ കിട്ടിയിട്ടില്ല ഇതുവരെ മലയാള സിനിമയെന്ന് തോന്നുന്നുണ്ട് എനിക്ക് എപ്പോഴും. ഇത് അങ്ങനെ ആവരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നല്ല പടമാണ്. അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ പോയി കാണുമ്പോൾ ഭയങ്കര ഒരു ഫീലാണ്. ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഒന്നാമത് രാവിലെ ഞാൻ ഇൻട്രസ്റ്റലാർ കണ്ട് കോരിത്തെരിച്ച് ഞാൻ ഒരു പ്രത്യേക മൂഡിലാണ് വന്നത്. ഞാൻ ശരിക്കും ഈ സിനിമ കാണാനിരുന്നത് അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെയാണ്. പക്ഷേ എനിക്ക് ആ ഇൻട്രസ്റ്റലാറിൻ്റെ വൈബ് പറഞ്ഞാൽ ഞാനിങ്ങനെ മനസ്സിലാലോചിച്ചേ, ഈ സിനിമ ഇന്ന് കാണണോ, മൂഡ് പോയാലാ, ഇത് മോശമാണെങ്കിൽ ഇന്നത്തെ മൂഡ് പോയില്ല എന്നൊക്കെ വെച്ച് ഇങ്ങനെ തള്ളി നീക്കി അവസാനം ഞാൻ നാളെ പോലൊക്കെ ഇച്ചിരി ടൈറ്റ് ആയിരിക്കും, എനിക്കൊരു യാത്ര വരുന്നുണ്ട്, അപ്പോൾ ഏറ്റവും നല്ലത് വേഗം കണ്ടു തീർക്കുക, എന്നാൽ ഇന്ന് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇന്ന് 7:30 ഷോയിനാണ് ഞാൻ മരുന്ന് പോയത്. ആൻഡ് സ്ക്രീൻ 2-ലാണ് കണ്ടത്. അടിപൊളി എല്ലാം കൂടെ എന്ത് രസമായിരുന്നു അറിയാമോ. ഐ ആം ഹാപ്പി. ഞാൻ പറയാം, നമുക്കിങ്ങനെ ഒരു ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ വന്നിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് പുതച്ച് മൂടി ഇങ്ങനെ കിടന്നിങ്ങനെ സമാധാനത്തോടെ ഉറങ്ങാം. അത് ഒരു നല്ല ഫീൽ കിട്ടിയതിൻ്റെയാണ്. അല്ലാതെ ബോറടിച്ച് അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ബോറടിച്ചിരുന്നെങ്കിൽ അതിൻ്റെ അകത്ത് കിടന്നുറങ്ങൂലേ. ഇതല്ല, ഇതൊരു അങ്ങനൊരു കംഫർട്ടിങ് മൂവിയാണ്. ഐ ലവ്ഡ് ഇറ്റ്. അതെനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് 1 മണിക്കൂർ 54 മിനിറ്റോ അങ്ങനെ എന്തോ ആണ്. ഇതിൻ്റെ ഒരു പേസിങ് ഉണ്ട്. അതിങ്ങനെ ഭയങ്കര ഫാസ്റ്റ് പേസ്ഡ് അല്ല, പക്ഷേ നമ്മൾ ബോറടിപ്പിക്കുന്നുമില്ല. നമ്മളുടെയൊക്കെ ആരെയോ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ, അല്ലെങ്കിൽ നമ്മൾ ആ വീടിനകത്ത് ഇവരുടെ കൂടെ താമസിച്ച പോലെയാണ് കുറച്ച് ദിവസം. അങ്ങനത്തെ ഫീലാണ് എനിക്ക് കിട്ടിയത്. മധുരം എന്നുള്ള ജോജി ചേട്ടൻ്റെ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ളൊരു സിനിമയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ടൈപ്പ് സിനിമ, ഇമോഷൻസിൻ്റെ ഒക്കെ ഉണ്ട്. അന്ന് ആ പടം കണ്ടുകഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പ്രത്യേക ഫീലിംഗ് ആയിരിക്കും എന്ന് പറഞ്ഞ പോലെ. അതിനകത്ത് നമുക്ക് ഒരു ഭയങ്കര സങ്കടമാണ് വരുന്നത്. പക്ഷേ ഈ സിനിമ ഇസ് പ്യുവർ ലവ് മാൻ. അങ്ങനത്തെ ഒരു പടം. എന്തായാലും നിങ്ങൾ അഭിപ്രായം എന്താണെന്നുള്ളത് ഇടുക. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു പടം. കിടിലൻ പടം. നാളെ വേറെ വീഡിയോ ഇട്ടാണ്. ബൈ.